നിലമ്പൂർ ശരിവെച്ചു 140 ന്യൂസിന്റെ പ്രവചനം. പക്ഷേ അൻവർ അതുക്കും മേലെ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ 140 ന്യൂസ് പൊളിറ്റിക്കൽ ഡെസ്ക് തയ്യാറാക്കിയ പ്രവചനം ശരിയായി മാറിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കഴിഞ്ഞതിന് ശേഷമുള്ള പൊളിട്രിക്സിലാണ് നിലമ്പൂരിന്റെ ഫലം 140 ന്യൂസ് പ്രവചിച്ചിരുന്നത്. വോട്ട് ശതമാനമടക്കം ഞങ്ങളുടെ പ്രവചനം കൃത്യമായി മാറിയപ്പോൾ അൻവറിന്റെ കാര്യത്തിൽ മാത്രം ഞങ്ങളുടെ വിലയിരുത്തൽ തെറ്റിപ്പോയി. 20-ന് 140 ന്യൂസ് പ്രസിദ്ധീകരിച്ച പൊളിട്രിക്സിൽ നിലമ്പൂരിന്റെ അടുത്ത MLA UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ആകുമെന്നും ആര്യാടൻ ഷൗക്കത്ത് 10,000-ന് മുകളിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയം നേടുമെന്നും ഞങ്ങൾ പറഞ്ഞിരുന്നു. UDF 45% വോട്ട് നേടാനാണ് സാധ്യതയെന്നും LDF-ന് 40%-ന് മുകളിൽ വോട്ട് ലഭിക്കുമെന്നും അൻവറിനും BJP-ക്കും 5% കൂടുതൽ വോട്ട് ലഭിക്കാൻ സാധ്യതയില്ല എന്നുമായിരുന്നു പൊളിട്രിക്സ് വിലയിരുത്തിയിരുന്നത്. ഇന്നലെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ 11,077 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചപ്പോൾ UDF 45% വോട്ടാണ് നേടിയത്. LDF-ന് 38% വോട്ട് മാത്രമാണ് ലഭിച്ചത്. BJP-ക്ക് 5% വോട്ട് തന്നെ ലഭിച്ചപ്പോൾ ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഡെസ്കിന്റെ വിലയിരുത്തലിനപ്പുറം 11% വോട്ടുകളാണ് PV അൻവർ നേടിയെടുത്തത്. PV അൻവർ അല്ലാതെ ആരും അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രകടനം പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് ഇന്ന് രാഷ്ട്രീയ നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അൻവറിന്റെ മിന്നുന്ന പ്രകടനം ഇപ്പോൾ കോൺഗ്രസിൽ പുതിയ വിവാദത്തിനും വഴി തുറന്നിട്ടുണ്ട്. 20,000-ഓളം വോട്ടുകൾ പിടിച്ച അൻവറിനെ കൂടെ നിർത്തേണ്ടതായിരുന്നുവെന്ന വിലയിരുത്തലിലാണ് നല്ലൊരു വിഭാഗം നേതാക്കളും. ഇവരുടെ ഈ വിലയിരുത്തലിന്റെ വിമർശനമുന നീളുന്നതാകട്ടെ പ്രതിപക്ഷ നേതാവ് VD സതീശനിലേക്കും. അൻവർ വിഷയത്തിൽ സതീശന്റെ നീക്കങ്ങൾ പൊളിഞ്ഞെന്നും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചെന്നുമാണ് ലീഗ് നേതാക്കൾ അടക്കമുള്ളവർ പറയുന്നത്. സിറ്റിംഗ് MLA ആയിരുന്ന PV അൻവർ ഭരണകക്ഷിയുമായി തെറ്റി 2025 ജനുവരിയിലാണ് രാജിവെച്ചത്. തുടർന്ന് UDF-നൊപ്പം ഉറച്ചുനിന്ന് സർക്കാരിനെതിരെ പോരാടി. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ കാര്യങ്ങൾ പൊടുന്നനെ മാറിമറിയുകയായിരുന്നു. അൻവറിനെ ഒഴിവാക്കരുതെന്നും കൂടെ നിർത്തണമെന്നും ഒരു വിഭാഗം കോൺഗ്രസ് ലീഗ് നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഭരണകക്ഷി MLA ആയിരിക്കെ മുതൽ തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള അൻവറിനെ കൂടെ കൂട്ടാൻ സതീശനൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അൻവർ പിടിക്കുന്ന ഇടതുപക്ഷ വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം കൂട്ടുമെന്ന സതീശന്റെയും കൂട്ടരുടെയും കണക്ക്. ഇത് തന്നെയായിരുന്നു 140 ന്യൂസ് പൊളിറ്റിക്കൽ ഡെസ്കും കരുതിയിരുന്നത്. എന്നാൽ അൻവർ പിടിച്ച വോട്ട് ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം കുറയ്ക്കുകയായിരുന്നുവെന്ന് വോട്ട് കണക്കുകൾ വ്യക്തമാക്കുന്നു. 25,000 മുതൽ 30,000 വോട്ട് വരെ ഭൂരിപക്ഷമാണ് ആര്യാടൻ ഷൗക്കത്തിന് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ലഭിച്ചത് 11,000 ഭൂരിപക്ഷം മാത്രമാണ്. അതേസമയം അൻവറിനെ കൂടെ കൂട്ടണമെന്ന നിലപാട് ഉടൻ ലീഗ് UDF യോഗത്തിൽ മുന്നോട്ട് വെക്കുമെന്നാണ് വിവരം. ഇതിന്റെ സൂചനകൾ ലീഗ് നേതാക്കളുടെ പ്രതികരണത്തിൽ തന്നെയുണ്ട്. ഇനിയും സതീശൻ ഏകപക്ഷീയമായ നിലപാടുമായി മുന്നോട്ട് പോയാൽ തടയിടാൻ തന്നെയാണ് മറുവിഭാഗത്തിന്റെ ധാരണ.